നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചൻ ഗുഡ് ഫുഡ് ആൻഡ് ഫൈൻ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നെത്തോലി കൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. എൻ്റെ വീട്ടിൽ ഞാൻ ശീലിച്ചിട്ടുള്ളത് നെത്തോലി പീര വറ്റിച്ചത് അല്ലെങ്കിൽ നെത്തോലി ഫ്രൈ ഒക്കെ ആയിരുന്നു. ഈ റെസിപ്പി ഞാൻ കണ്ടുപഠിച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണ്. ഇത് കഴിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ആ കൊച്ചു കൊച്ചു മുള്ള് നമ്മളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ചോറിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റിയതാണ് ഈ ടൈപ്പിൽ നിങ്ങൾ നെത്തോലി തോരൻ ഉണ്ടാക്കുവാണെങ്കിൽ. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള നെത്തോലി തോരൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ പരിഗണിക്കണം. നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ ഈ വീഡിയോ കണ്ടതിന് ശേഷം തരാനും മടിക്കരുത്. അപ്പോൾ ഇന്ന് നെത്തോലി ഞാനൊരു 1/2 കിലോയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുള്ള് വളരെ ഈസി ആയിട്ട് നമുക്ക് എടുത്ത് കളയാൻ പറ്റും. ജസ്റ്റ് ആ മുള്ളിലൊന്ന് പിടിച്ചാൽ മതി. അതിങ്ങനെ പെട്ടെന്ന് തന്നെ ഓപ്പണായിട്ട് ആ മുള്ളങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. അപ്പം മുള്ള് കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെത്തോലിയാണിത്. നെത്തോലി തോരനിലേക്ക് ചേർത്ത് കൊടുക്കാൻ നമുക്കൊരു തേങ്ങയുടെ ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പോളം നല്ല ഫ്രഷായിട്ടുള്ള തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചുമന്നുള്ളി ഒരു 5 മുതൽ 6 വരെ ചേർക്കാം നമുക്ക്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1.5 ടീസ്പൂൺ വരെ ആകാം, പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഒരുപാട് ചുമന്ന കളറിൽ മീൻ തോരൻ ഇരിക്കുന്ന ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് കുറച്ചത്. അപ്പോൾ അതേ അളവിൽ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ കേരള പാചകത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അടുത്ത ഇൻഗ്രീഡിയൻറ്റ്, നമ്മുടെ മഞ്ഞൾ. അതൊരു 1/4 ടീസ്പൂൺ കൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് ഒരു ചെറിയ പീസ് വെളുത്തുള്ളിയാണ്. എല്ലാ ഗ്യാസൊക്കെ മാറിക്കിട്ടും. തോരനാണ് നമ്മൾ വെക്കുന്നത്, അതുകൊണ്ട് ഒരു ചെറിയ പീസ് ഇട്ടാൽ മതി. ഇത് ജീരകപ്പൊടിയാണ്, ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ജീരകപ്പൊടി കയ്യിലില്ലെങ്കിൽ സാധാരണ ജീരകം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ചതച്ചാണ് നമ്മൾക്ക് എടുക്കേണ്ടത്. അപ്പോൾ അത് ചതച്ചെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പാൻ ഒന്ന് അടുപ്പിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതെന്താണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒരു സവാളയാണ്. ഒരു മീഡിയം സൈസിലുള്ളൊരു സവാള എടുത്താൽ മതി. ഈ ഒരു അളവിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ. ഇനി ഈ സവാള ഒന്ന് വഴറ്റാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു തക്കാളിയാണ്. തക്കാളി ചെറിയ തക്കാളിയല്ല, ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളി തന്നെയാണ് ചേർക്കേണ്ടത്. നമ്മുടെ മീൻ തോരന് ഒരു ചെറിയ പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് ഈ തക്കാളിയുടെ പുളി പോരാ എന്ന് തോന്നുന്നവരാണെങ്കിൽ നമ്മൾ സാധാരണ ഈ പിഴിഞ്ഞിട്ട് എടുക്കുന്ന പുളിയില്ലേ, അതിൽ നിന്നൊരു 1/2 ടീസ്പൂണൊക്കെ ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി, ജ്യൂസാക്കിയിട്ട്. അപ്പോൾ ഞാൻ ചേർക്കുന്നില്ല, ഈ തക്കാളിയുടെ പുളി മാത്രം മതി എനിക്ക്. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് 1 ടീസ്പൂൺ ഉപ്പാണ്. ഉപ്പൊക്കെ നമുക്ക് പിന്നീട് ആവശ്യത്തിന് ചേർക്കാം. അതിനുശേഷം ഇതേ മിക്സിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെത്തോലി കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സെപ്പറേറ്റ് വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഈ നെത്തോലിയിൽ നിന്ന് എന്തായാലും കുറച്ച് വെള്ളം ഇറങ്ങി വരും. അതുപോലെ തന്നെ തക്കാളിയുടെ ആ ഒരു നീരും ഒക്കെ ധാരാളം മതി. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യമായിട്ട്. ഈ നെത്തോലി തോരൻ വെക്കാൻ അധികം സമയമൊന്നും വേണ്ട. ഇനി ഒരു 3 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഏകദേശം 3 മിനിറ്റൊക്കെ കഴിയാറായി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്തിരുന്നില്ല, പക്ഷേ ഇപ്പോൾ തുറന്നപ്പോൾ കണ്ടോ അത്യാവശ്യം വെള്ളം ഈ നെത്തോലിയിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ തക്കാളിയുടെ ആ നീരും. ഇനി നമ്മളിത് അടച്ചു വെക്കുന്നേ ഇല്ല. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടി കാത്തിരിക്കുക. ഒരല്പം ഗ്യാസിൽ നമുക്ക് തീ ഒന്ന് കൂട്ടി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഡ്രൈ ആയി വരും. വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരുന്ന തേങ്ങയുടെ മിക്സ് കൂടി ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. തേങ്ങയുടെ അരപ്പ് ഒരുപാടങ്ങ് മിക്സിയിലിട്ട് അരയ്ക്കരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മാത്രം മതി. ഇനി ആ ചതച്ച തേങ്ങ മിക്സും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കാരണം ചെറിയൊരു പച്ച രുചി കാണും നമ്മുടെ തേങ്ങയ്ക്കും അതിൻ്റെ അകത്ത് ചേർത്ത മുളക് പൊടിക്കൊക്കെ. അപ്പോൾ ഈ നല്ല ചൂടായ ഈ നെത്തോലിയുടെ മിക്സിലേക്ക് അത് ചേർക്കുമ്പോൾ എല്ലാം നല്ലതുപോലെ അങ്ങ് മിക്സ് ആയിക്കൊള്ളും. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മിക്സ് ആകുമ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം മാറിക്കിട്ടും. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി വളരെ കുറച്ചൊരു ചെറിയ ഇൻഗ്രീഡിയൻസും കൂടെ മാത്രമേ നമ്മളിതിലേക്ക് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു അല്പം ഉപ്പും കൂടെ ചേർക്കുക, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി നമ്മുടെ ഈ മീൻ തോരൻ വളരെ നല്ലൊരു ടേസ്റ്റും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളായാലും മതി കുറച്ച് പച്ച വെളിച്ചെണ്ണ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് തൂക്കി കൊടുത്തു. അതുപോലെ തന്നെ കൂട്ടത്തിൽ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇടുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക മാത്രം ചെയ്താൽ മതി.
ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ലൊരു മണം ആ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ടപ്പോൾ തന്നെ കിട്ടി. നമ്മുടെ നെത്തോലി ഡ്രൈ മീൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ തോരൻ ചോറിൻ്റെ ഒപ്പം മാത്രമല്ല കേട്ടോ, നമ്മൾ ചപ്പാത്തി, പൂരി, ദോശ എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ വന്ന് അറിയിക്കാൻ മറക്കരുത് കമൻറ്റ് ബോക്സിൽ. അപ്പോൾ മറ്റൊരു റെസിപ്പി അല്ലെങ്കിൽ വ്ലോഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.